ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ബീഹാർ സ്പെഷ്യൽ പീഠ ഉണ്ടാക്കാം. പീഠ ഒരു ബ്രേക്ക്ഫാസ്റ്റായും 4 മണി പലഹാരമായും ഒക്കെ കഴിക്കാം. പീഠ ഉണ്ടാക്കാനായി 1/4 കപ്പ് കടലപ്പരിപ്പ് നല്ലപോലെ കുതിർത്ത് മാറ്റിവെക്കാം. ശേഷം ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 10-12 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ അയമോദകം, 1 പിടി മല്ലിയില എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി അതേ മിക്സി ജാറിൽ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് അരച്ച മിശ്രിതങ്ങൾ ഇതിലേക്കിട്ട് അതിനോടൊപ്പം 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂടുകയോ കുറയുകയോ ആവാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഉപ്പും എരിവും നോക്കി ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നല്ലപോലെ ഇളക്കി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇടിയപ്പപ്പരുവമാണ് നമുക്ക് വേണ്ടത്. തണുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കൈ ഉപയോഗിച്ച് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കാം. ഇനി ഈ മാവിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകൾ എടുത്ത് ചെറുതായി ഒന്ന് പരത്തി കുറച്ച് കനത്തിൽ വേണം പരത്തി കൊടുക്കാൻ. അതിനുശേഷം അതിന് മുകളിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം തേച്ചു കൊടുത്ത് അടച്ചു കൊടുക്കാം. ഇനി ഇത് ആവിയിൽ നമുക്ക് നല്ലപോലെ പുഴുങ്ങിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അകത്തെ മാവ് നന്നായി വെന്ത് കിട്ടണം. അകത്തെ മാവ് വെന്താൽ ഇത് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു തടുക്ക ഇട്ടും കഴിക്കാം. തടുക്ക ഇട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയ ശേഷം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് കടലപ്പരിപ്പ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചു കൊടുക്കണം. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പിഠകൾ അതിലിട്ട് മിക്സ് വെൽ. ഇനി ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ? ഇതിനൊരു ചട്നി വേണ്ടേ? ചട്നി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ചട്നി ഉണ്ടാക്കാനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഒരു വലിയ തക്കാളി, 1 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് മല്ലിയില കൂടി അതിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നമ്മുടെ ചട്നി റെഡിയായി. ഉണ്ടാക്കി നോക്കില്ലേ? പുതിയൊരു വിഭവമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.